എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപേ എന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബബിതയും രോഹിത്തും തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ സമയത്താണ് മനു വരുന്നത്. മനു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോവാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾ പോവുകയാണ്. ഇത് ഞങ്ങളുടെ വീടൊന്നും അല്ലല്ലോ. ഈ വീട്ടിലുള്ളവർ തന്നെയാ ഞങ്ങളോട് പോവാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എന്ത് അധികാരത്തിലാ ഇവിടെ നിൽക്കേണ്ടത് എന്ന് പറയാണ് ബബിത. മനു പറയുന്നുണ്ട്, അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള അത്രയും അധികാരവും അവകാശവും ഒന്നും നമുക്ക് മറ്റൊരാളുടെ വീട്ടിലും കിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു നിന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എൻ്റെ വീട്ടിലുള്ള സ്വാതന്ത്ര്യവും ഈ അവകാശമൊന്നും എനിക്കൊരിക്കലും അവിടെ കിട്ടില്ലല്ലോ. എന്ന് വെച്ച് നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എന്നെല്ലാം പറയാണ് മനു. ഓ, ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി. സ്വന്തം വീട് തന്നെ ആയിരിക്കും എപ്പോഴും നമ്മളുടെ വീട്. മറ്റുള്ളവർക്കെല്ലാം നമ്മൾ എപ്പോഴും ഒരു അധികപറ്റായിരിക്കും എന്ന് പറയുന്നുണ്ട് രോഹിത്. ഇത് കേൾക്കുന്ന സമയത്ത് മനു പറയുന്നുണ്ട്, ഞങ്ങൾക്കാർക്കും നിങ്ങളൊരു അധികപ്പറ്റൊന്നും അല്ല. പക്ഷേ നമ്മുടെ സ്വന്തം വീട് തന്നെയല്ലേ എപ്പോഴും നമ്മുടെ കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയാണ്. ഞങ്ങൾ പോവുകയാണ് മനുവേട്ടാ എന്ന് പറയുന്നുണ്ട് ബബിത. പിന്നെ അങ്ങോട്ട് പോകുന്നതിലുള്ള ആകെയുള്ളൊരു വെറുപ്പ് എന്താന്ന് വെച്ചാൽ അവിടെ അവളുണ്ടല്ലോ അലീന, അവളുടെ അടുത്തോട്ട് നാണോ ഇല്ലാതെ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയാണ്. മനു പറയുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ കയറി ചെന്നാലും അലീനെ നിങ്ങളോട് ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളെ കളിയാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ ഒന്നിനും അവള് വരില്ല എന്ന് പറയാണ്. ഓ, മനുവേട്ടൻ പിന്നെ ഇപ്പോഴും അലീനയുടെ ഭാഗത്ത് മാത്രമല്ലേ നിൽക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവളുടെ ഭാഗത്ത് നിൽക്കുന്നതല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പോയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് അലീനയ്ക്ക് തന്നെ ആയിരിക്കും. അവളായിരിക്കും നിങ്ങളെ അങ്ങോട്ട് ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നത് എന്ന് പറയാണ്. ഞങ്ങളുടെ വീട്ടിലോട്ട് എന്തിനാ അവൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? അത് ഞങ്ങളുടെ വീടാണ്, അല്ലാതെ അവളുടെ വീടല്ല എന്ന് പറയുന്നുണ്ട്. മനു പറയാണ്, കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞതല്ലേ. ബാലചന്ദ്രൻ അങ്കിള് അവള് സ്വന്തം മോളായിട്ടല്ലേ ദത്തെടുത്തത്. പിന്നെ സ്വന്തം മോളാണെന്നും പറയുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അവക്കും അവിടെ അതേപോലത്തെ അവകാശം തന്നെയല്ലേ ഉള്ളത് എന്ന് പറയാണ്. ഞങ്ങൾ മനുവേട്ടനോട് തർക്കിക്കാനൊന്നുമില്ല, ഞാൻ പോവുകയാണ് എങ്ങനെയായാലും എന്ന് പറയുന്നുണ്ട് രോഹിത്. ശേഷം ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങുന്നുണ്ട് ബബിതയും ഹരിയും. വീട്ടിലോട്ട് കയറി ചെല്ലുന്ന കാര്യം ആലോചിക്കുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട്. ശേഷം വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട് രണ്ടുപേരും. ഈ സമയത്ത് അലീനയാണ് കതക് തുറന്നു കൊടുക്കുന്നത്. അലീനയ്ക്ക് രോഹിത്തിനെയും ബബിതയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നിങ്ങൾ വന്നോ? നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ പോയതിന് ശേഷം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രോഹിത്തും ബബിതയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അവിടുന്ന് പോരുന്ന സമയത്ത് മനു പറഞ്ഞിരുന്ന കാര്യം സത്യം തന്നെയാണ്. എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. ഒന്നും തന്നെ മിണ്ടാതെ രോഹിത്തും ബബിതയും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴാണ് ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇതല്ലേ ഞങ്ങളുടെ വീട്, അവിടെ നിന്നിട്ട് പിന്നെ എന്താ കാര്യം എന്ന് പറയുകയാണ്. അവർ നിങ്ങളെ അവിടുന്ന് ആട്ടിയിട്ടുണ്ടാവും, അതായിരിക്കും നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ ആരും ആട്ടിയിട്ടൊന്നുമില്ല, പിന്നെ ഇതാണല്ലോ ഞങ്ങളുടെ വീട് എന്ന് പറയുന്നുണ്ട്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. ഈ അലീന കാരണമല്ലേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അച്ഛൻ എന്തിനാ അലീനയെ ഇങ്ങനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്? അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയാണ്. പിന്നെ ഇഷ്ടപ്പെടാതെ അവളാണ് ശരിക്കുമുള്ള എൻ്റെ മകള്. നിങ്ങൾ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അനുസരിക്കാറുണ്ടോ? ഇത്രയും നാളുകൾക്കിടയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ? എപ്പോഴും അമ്മയുടെ വാക്കിന് മാത്രമാണ് നിങ്ങൾ വില കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു വാക്കിനോ ഒരു അഭിപ്രായത്തിനോ നിങ്ങൾ എനിക്ക് ഒരിക്കലും വില തന്നിട്ടില്ല. എന്നാൽ അലീന അങ്ങനെയല്ല. അവൾ എന്ത് കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ അനുസരിക്കും. എൻ്റെ അഭിപ്രായങ്ങൾക്ക് വില തരുന്നവളാണ് അലീന. അപ്പോൾ പിന്നെ ഞാൻ അവളെ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറയുമ്പോഴേക്കും അവളെ എങ്ങനെയാണ് ഞാനിവിടുന്ന് ഇറക്കി വിടുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അച്ഛനോട് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം.
അച്ഛന് എപ്പോഴും ഇഷ്ടം അലീനയെ മാത്രമാണ്. ഇനി ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് രോഹിത്തും ബബിതയും. ബബിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ അലീന അവളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്ന് അമ്മയ്ക്ക് ഈ അവസ്ഥ വരാനും കാരണം അവൾ തന്നെയാണ്. അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട് ബബിത. ശേഷം ബബിത ദേഷ്യം അടക്കാനാവാതെ ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. അലീനയുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ കത്തിച്ച് കളയണം, അവളിന് കുറച്ച് കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചോണ്ട് അലീനയുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി കത്തിച്ച് കളയുന്നുണ്ട് ബബിത. അലീന വരുന്ന സമയത്ത് വസ്ത്രങ്ങളൊന്നും തന്നെ അകത്ത് കാണുന്നില്ല. അലീന പറയുന്നുണ്ട്, അയ്യോ എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഞാൻ ഇവിടെ വെച്ച് പോയതാണല്ലോ, ഇപ്പൊ ഒന്നുപോലും കാണുന്നില്ല, ഇതെല്ലാം ആരാണ് എടുത്തോണ്ട് പോയത് എന്ന് ആലോചിച്ച് അകത്തെല്ലാം തിരയുന്നുണ്ട് അലീന. ശേഷം അടുക്കള ഭാഗത്ത് ചെല്ലുമ്പോഴാണ് പുക വരുന്നത് അലീന കാണുന്നത്. ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് അലീനയുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ കത്തിക്കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ആരാ ഇത്രയും വലിയ ക്രൂരത ചെയ്തത്? എൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞത് ആരാണ് എന്നെല്ലാം ആലോചിച്ച് കരയുന്നുണ്ട് അലീന. ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് കൃഷ്ണമോള്. അയ്യോ ചേച്ചി, ഇതെന്താ ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ തീ കത്തിച്ചതല്ല മോളെ, എൻ്റെ വസ്ത്രങ്ങളെല്ലാം ആരോ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ്. ഞാൻ മുറിയിൽ പോയി നോക്കിയപ്പോൾ ഒരു വസ്ത്രം പോലും അവിടെ ഇല്ല. വന്നു നോക്കുന്ന സമയത്ത് ഇവിടെ കൂട്ടിയിട്ട് കത്തുന്നതാണ് ഞാൻ കാണുന്നത്. ആരാണാവോ ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോള് പറയാണ്, മറ്റാരാ ചെയ്യാൻ? ബബിത ചേച്ചിയോ അല്ലെങ്കിൽ രോഹിതേട്ടനോ? ഇവർ രണ്ടുപേരിൽ ഒരാളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഈ വീട്ടിൽ ചേച്ചിക്ക് ഇപ്പോൾ വേറെ ശത്രുക്കൾ ആരും ഇല്ലല്ലോ, അവര് തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അവരുടെ മനസ്സിൽ എന്നോട് അത്രയും ദേഷ്യമല്ലേ ഉള്ളത്, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഇപ്പൊ തന്നെ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് അലീനെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കൃഷ്ണമോള്. അലീന പറയുന്നുണ്ട്, മോളെ ഈ കൈ വിട്, നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണമോള് പറയുന്നുണ്ട്, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അവരോട് ചോദിക്കണ്ടേ, അവരെന്തിനാ ഇത് ചെയ്തത് എന്ന് ചോദിക്കണ്ടേ നമുക്ക് എന്ന് പറയാണ്. വേണ്ട, ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അത് സാരമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇത് എന്തായാലും ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയുടെ അടുത്തോട്ട് അലീനയെ വലിച്ചോണ്ട് പോകുന്നുണ്ട് കൃഷ്ണമോള്. എന്നിട്ട് അലീനയുടെ ഡ്രസ്സെല്ലാം കത്തിച്ചത് ആരാണെന്നുള്ള കാര്യം ബബിതയോട് ചോദിക്കുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഞാനൊന്നുമല്ല അവളുടെ ഡ്രസ്സൊന്നും എടുത്ത് കത്തിച്ചത്, എനിക്കെന്താപ്പോ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. എന്താ ആവശ്യമെന്നോ, വന്നപ്പോ തന്നെ അലീന ചേച്ചിയുടെ പേരും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയതല്ലേ ചേച്ചി, അപ്പൊ പിന്നെ ചേച്ചി തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല എന്ന് പറയാണ്. ഇങ്ങനെ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ വരുന്നത്. എന്താ എന്താ ഇവിടെ പ്രശ്നം, എന്തിനാ ഇവിടെ എത്ര വഴക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛ അലീന ചേച്ചിയുടെ എല്ലാ വസ്ത്രങ്ങളും അവിടെ അടുക്കള ഭാഗത്ത് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ്, ഇത് ബബിത ചേച്ചി അല്ലാതെ വേറെ ആരും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ടത് ശരിയാണോ ബബിതേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഞാനൊന്നും അല്ല അച്ഛാ ചെയ്തത്, എനിക്കെന്താ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. നീ അല്ലെങ്കിൽ പിന്നെ ആരാ ചെയ്തത്? എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ബബിതയുടെ കരണത്തൊന്ന് കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അടി കിട്ടിയ ഷോക്കില് ബബിത ബാലചന്ദ്രന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ഇനി പറയടി, നീ തന്നെയല്ലേ അത് കത്തിച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബബിത. അലീന പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, അടിക്കൊന്നും വേണ്ട, കുറച്ച് ഡ്രസ്സ് കത്തിപ്പോയെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, എന്തിനാ അവളെ അടിക്കുന്നത് എന്നെല്ലാം പറയാണ് അലീന. നീ മിണ്ടാതിരിക്കുക അലീനെ, ഇതിനൊരു തീരുമാനം ഞാൻ തന്നെ ഉണ്ടാക്കും, നീ അല്ലേടി അവളുടെ ഡ്രസ്സെല്ലാം കത്തിച്ചത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവളോടുള്ള ദേഷ്യം അടക്കാനായില്ല, അതുകൊണ്ടാണ് അവളുടെ ഡ്രസ്സെല്ലാം ഞാനെടുത്ത് കത്തിച്ച് കളഞ്ഞത് എന്ന് പറയാണ്. എന്നാൽ ഇനി എൻ്റെ ഡ്രസ്സ് ഞാനും കത്തിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബബിതയുടെ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയെടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അലീന പോയി പറയുന്നുണ്ട്, വേണ്ട അച്ഛ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛ, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് അലീന. നീ ഒന്ന് മാറി നിന്നേ മോളെ, ഇത് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറയാണ്. ഇനിയും നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരുന്ന ഇവരിതിലും കൂടുതൽ വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ഇതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയാണ്. സാരമില്ല അച്ഛ, ഇനി എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അവളുടെ വസ്ത്രങ്ങളൊക്കെ അവിടെ ഇട്ടേ എന്ന് പറഞ്ഞ് ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം വാങ്ങി അവിടെ തന്നെ ഇടുന്നുണ്ട് അലീന. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി മേല ഇങ്ങനെ വല്ലതും നിങ്ങൾ ചെയ്തെന്ന് ഞാൻ പ്രതികരിക്കുന്നത് ഇതുപോലെയൊന്നും ആയിരിക്കില്ല, മനസ്സിൽ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് ബാലചന്ദ്രൻ.
ഓടി പിന്നാലെ ചെല്ലുന്നുണ്ട് അലീന. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, മോൾക്കുള്ള വസ്ത്രങ്ങളെല്ലാം അച്ഛൻ വാങ്ങിച്ചു തരാം എന്ന് പറയാണ്. അച്ഛൻ എന്നാലും ബബിതയെ അടിക്കണ്ടായിരുന്നു, അവൾക്ക് ഒരുപാട് വേദനിച്ച് കാണും എന്ന് പറയാണ്. വേദനിക്കാൻ വേണ്ടി തന്നെയാ അടിച്ചത്, അത്രയും വലിയ തെറ്റല്ലേ അവൾ ചെയ്തത്, നിന്റെ വസ്ത്രങ്ങളെല്ലാം കത്തിച്ചത് എന്ത് കാര്യത്തിനാ എന്ന് പറയുന്നുണ്ട്. അത് അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ, സാരമില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങനെ മിണ്ടാതെ ഒതുങ്ങിക്കൂടി നിന്നിട്ടാ എല്ലാവരും നിന്റെ തലയിൽ കയറുന്നത്. ഇങ്ങനെ ഒരു പാവമാവരുത് മോളെ, നീ കുറച്ചും കൂടെയൊക്കെ ഉഷാറാവ്, ഒന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്ക്, അപ്പോൾ ആരും നിന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. എങ്ങനെ ആയാലും അവരൊക്കെ എൻ്റെ അനിയത്തിയും അനിയനും ഒക്കെ അല്ലേ, എനിക്ക് എങ്ങനെയാ അവരോട് ദേഷ്യപ്പെടാനെല്ലാം കഴിയുന്നത് അച്ഛാ എന്ന് പറയുന്നുണ്ട് അലീന. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി ഉടനെ വരുന്നതായിരിക്കും.